VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. പാണ്ടിക്കാട് മഹോത്സവം സീസൺ 3 ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഗ്രാമപഞ്ചായത്തിന് കീഴിൽ 3ാമത് പരിരക്ഷാ യൂണിറ്റ് ഒരുക്കുന്നതിനുള്ള തുക കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഗ്രാമപഞ്ചായത്ത് ജനകീയ കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് മഹോത്സവം സംഘടിപ്പിക്കുന്നത്. ജനുവരി 30-ന് മഹോത്സവം തുടങ്ങും. കിടപ്പ് രോഗികൾക്ക് പരിചരണവും സേവനവും ലഭ്യമാക്കുന്ന പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയാണ് പരിരക്ഷ. നിലവിൽ 2 യൂണിറ്റുകൾ മുഖേനയാണ് രോഗികൾക്ക് പരിരക്ഷയുടെ സേവനം ലഭ്യമാകുന്നത്. കൂടുതൽ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി 3ാമത് യൂണിറ്റ് തുടങ്ങുക എന്ന ലക്ഷ്യത്തോടെയാണ് മഹോത്സവം സീസൺ 3 സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിനും ബസ് സ്റ്റാൻഡിനും സമീപത്തായി ഇതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. വിവിധ റൈഡുകൾ, മരണക്കിണർ, യന്ത്ര ഊഞ്ഞാൽ, പാർക്ക്, ഫുഡ് സ്റ്റാള്, പെറ്റ് ഷോ, കലാപരിപാടികൾ തുടങ്ങിയവയാണ് മഹോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടാവുക. ജനുവരി 30-ന് ആരംഭിക്കാനാണ് നിലവിലെ തീരുമാനം. ഇതിനായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR രോഹിൽനാഥ് ചെയർമാനും വൈസ് പ്രസിഡന്റ് TC രമീഷ വൈസ് ചെയർപേഴ്സണും സ്ഥിരം സമിതി അധ്യക്ഷൻ KT ഗിരീഷ് ബാബു വർക്കിംഗ് കൺവീനറും യൂനസ് വടക്കൻ ട്രഷററുമായ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. ET മുഹമ്മദ് ബഷീർ MP, അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA എന്നിവർ മുഖ്യ രക്ഷാധികാരികളുമാണ്. യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR രോഹിൽനാഥ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇത്തവണ വീണ്ടും പാണ്ടിക്കാട് മഹോത്സവം നടത്താനുള്ള നയപരമായ തീരുമാനം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എടുത്ത് അതിനുശേഷം അത് ഇത്തരത്തിലൊരു സ്വാഗത സംഘ കമ്മിറ്റി വിളിച്ചു ചേർത്ത് വിളിച്ചു ചേർത്തതിന് ശേഷം കമ്മിറ്റി രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനത്തിന് ഒരു പുതിയ മഹോത്സവ കമ്മിറ്റിയായി നമ്മൾ രൂപീകരിക്കാനുള്ള നയപരമായ തീരുമാനത്തിലേക്ക് പോകുന്നത്. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന മഹോത്സവമാണെങ്കിൽ കൂടി നമുക്കതൊരു മഹോത്സവ കമ്മിറ്റിയായി ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെടും. കാരണം അത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം, നമുക്ക് കിട്ടുന്ന തുക നമുക്ക് കൃത്യമായി അത് പരിരക്ഷയിലേക്ക് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയും. അന്ന് നമുക്ക് പരിരക്ഷ കമ്മിറ്റിയെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ രൂപീകരിക്കപ്പെടുന്ന കമ്മിറ്റിയുടെ ജോയിന്റ് അക്കൗണ്ട് വഴി ആ പണം സമാഹരിച്ച് നമുക്ക് അതിലൂടെയാണ് അത് ചെലവഴിക്കാനുള്ള സാഹചര്യമുണ്ട്. വൈസ് പ്രസിഡന്റ് TC രമീഷ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് അംഗങ്ങളായ CK അസൈനാർ, E സഫീർ ജാൻ, ഷെരീഫ് മുല്ലക്കാട്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PT ഷെരീഫ്, KT ഗിരീഷ് ബാബു, സീമ ബാബോട്ടിൽ, അംഗങ്ങളായ യൂനസ് വടക്കൻ, M സുനീറ, സെക്രട്ടറി മുസാഫിർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി സംഘടനാ ഭാരവാഹികൾ, ക്ലബ്ബ് ഭാരവാഹികൾ, ട്രോമ കെയർ, പോലീസ് വളണ്ടിയർമാർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.